ൂർ അടക്കമുള്ള നിങ്ങളെ നേതാക്കൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടപ്പോ നൗഷാദ് ബാക്കവി കൂറു തെളിയിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ AP ഉസ്താദിനെ 4 പറയാ, അല്ലാതെ എസ്കന്റെ 4 പോസ്റ്റർ ഒട്ടിച്ചാലും എസ്കന്റെ ബാനർ വെച്ചാലും എസ്കന്റെ നന്മ പറഞ്ഞാലൊന്നും കൂറു തെളിയില്ല. AP ഉസ്താദിനെ 4 പറയാം. അങ്ങനെ അയാൾ എന്ത് ചെയ്യാണ്? ഒന്നാണ് പറയാൻ. എന്താ പറയുന്ന നിങ്ങള്? AP ഉസ്താദിന് ഗുജറാത്തിലെ കലാപത്തെ പറ്റി ഐഡിയ കിട്ടിയില്ല. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് അയാൾ പറയുന്നു, ഖമറുലുലമ എന്ന പേരും ധരിച്ചു നടക്കുന്ന ധിക്കാരി, അടിത്തരം കാട്ടുന്ന മുസ്ലിം പണ്ഡിത വേഷധാരി എസ്കക്കാരുടെ മുന്നിൽ കൂറു തെളിയിച്ചു പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ അതാരാ? ഖമറുലുലമ എന്ന പേരും പറഞ്ഞ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ തമ്മാടിത്തരം ചെയ്യുന്ന ആള് ആരാണ്? ഗൗരവൻ സന്തോഷം മറന്നുകൊണ്ട് പണത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്ത് ചർച്ചയിരിക്കപ്പെട്ട പാവപ്പെട്ടവരെ ഞാൻ അറിയില്ല. ആ കലാപത്തെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു വിഖാരിയെ പോലെ വിപ്ലവം നടത്തി പോയ പണ്ഡിത വേഷധാരിയെ സൗഖ്യദേശമുണ്ട്. പത്രം പവിത്രതയുമുള്ള എന്നാൽ എസ്കക്കാര കാന്തപുരം ഉസ്താദ് കാണിച്ച ഒരു ധിക്കാരുണ്ട്. ആ ധിക്കാരെന്താണെന്നറിയോ? ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ തെരുവിലേക്ക് എടുത്തെറിയ കൈക്കുഞ്ഞുങ്ങളുമായി ഗുജറാത്തിന്റെ തെരുവിലെ ഓവുവാരങ്ങളിൽ കണ്ണുനീര് കുടിക്കുന്ന ഉമ്മമാരുടെ വേദന കണ്ട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ കടന്നു ചെന്ന് എന്റെ ഉമ്മത്ത് ഗുജറാത്തിന്റെ തെരുവിൽ വേദനിക്കുന്നു എന്ന് പറയാൻ കാന്തപുരം കാണിച്ച ഒരു ധിക്കാരമുണ്ട്. അത് ഈ സമുദായത്തിന് വേണ്ടിയുള്ള ധിക്കാരമാണ്. ആ ധിക്കാരം കാന്തപുരം ഉസ്താദ് കാണിച്ചിട്ടുണ്ട്. മോഡിയോട് ഉസ്താദ് പറഞ്ഞു, എന്റെ സമുദായത്തിലെ കുരുന്നു മക്കളെ രാജ്യവിരോധികളായ സമുദായ ശത്രുക്കളായ ഭീകരവാദികൾ ഉമ്മമാരുടെ പട്ടിണി മാറ്റാൻ നാണയത്തൊട്ട് കൊടുത്ത് റാഞ്ചിയെടുത്തു കൊണ്ടുപോകും. നാളെ അവർ അഹമ്മദാബാദിന്റെ പട്ടണത്തിലേക്ക് ചാവേറുകളായി തിരിച്ചു വരും. എന്റെ സമുദായത്തിലൊരാൾ രാജ്യത്തിനെതിരെ ചാവേറായി മരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനിതാ ഇവിടെ ഈ മക്കൾക്ക് അനാഥാലയം പണിയുന്നു. അവർക്ക് ഞാൻ അറിവ് കൊടുക്കുന്നു, അന്നം കൊടുക്കുന്നു, അവരെ വളർത്തുന്നു. അതിനാവശ്യമായ നിയമപരമായ പരിരക്ഷ എനിക്ക് വേണമെന്ന് നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി ചോദിക്കാൻ ധിക്കാരം കാണിച്ച ഒരേ ഒരു മുസ്ലിം പണ്ഡിതൻ ഇന്ത്യയിലുണ്ട്. അത് ഖമറുലുലമ കാന്തപുരം എത്തിയ മോക്കർ മുസ്ലിയാരാ. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഗുജറാത്ത് ഇന്ത്യന്റെ പുറത്താത്താണറിയോ? അത് പറയൂ. നിങ്ങൾ എന്ത് ചെയ്തു ഈ സമുദായത്തിന് വേണ്ടി ഗുജറാത്ത് കലാപത്തിൽ? അറിയോ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യമുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങള് ഇന്ത്യ വിടണമെന്നാണ് രാജ്യത്താകമാനം മുദ്രാവാക്യം മുഴങ്ങിയത്. കലാപത്തിന്റെ അരക്ഷിതാവസ്ഥ പേറുന്ന ഗുജറാത്ത് മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ ആ മുദ്രാവാക്യങ്ങൾ അരാജകത്വം സൃഷ്ടിച്ചപ്പോ അഹമ്മദാബാദിന്റെ തെരുവിലേക്ക് ഖമറുലുലമ കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നു. ഗുജറാത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള അഹമ്മദാബാദ് പട്ടണത്തിൽ ആയിരങ്ങളെ വിളിച്ചുകൂട്ടി. കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ജനവിഭാഗത്തിന്റെ മനസ്സുകളിലേക്ക് ഇസ്ലാമിന്റെ തനതായ വ്യക്തിത്വം കാന്തപുരം ഉസ്താദ് പറഞ്ഞു. അരക്ഷിതാവസ്ഥ പേറുന്ന മുസ്ലിം സമുദായത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാത പിന്തുടർന്ന് ആത്മവിശ്വാസം നേടണമെന്ന് അവിടുന്ന് ഉദ്ബോധിപ്പിച്ചു. ബോധപൂർവം ഈ സമുദായത്തിനെതിരെ കുതിര കയറുന്ന ഭീകരവാദികളോടെ വർഗീയവാദികളുടെ ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹൈ, ഞങ്ങളെ മാതൃരാജ്യമാണ്, ഞങ്ങളിവിടം വിടുന്നവരല്ല, ഞങ്ങളിവിടെ മരിക്കുന്നവരാണെന്ന് സ്വൽപ്പം ധിക്കാരത്തോടുകൂടെ തന്നെ ഇന്ത്യ വിടാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന വർഗീയവാദികളുടെ ചുവട്ടിൽ ചെന്നുറക്കം കാണിച്ച ഒരേ ഒരു മുസ്ലിം പണ്ഡിതൻ ഇന്ത്യക്കുണ്ട്. അത് ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ നായകര ഖമറുലുലമ കാന്തപുരം. ഞങ്ങളിതൊക്കെ ഒഴിവാക്കി നിങ്ങളൊപ്പം ഒരു അരമതിനെ തേടി. അരമതി സമുദായത്തെ എത്തിമാക്കാൻ അനുവദിക്കൂല. ഒരര ആൺതരി നിങ്ങൾ ഇതിന് പകരം കാട്ടിത്തേരി. ചെമ്മാട് തിരൂരങ്ങാടി റൂട്ടിൽ കാലം കഴിച്ച സമുദായത്തിനൊന്നും ആവൂല. മലപ്പുറമല്ല ലോകമെന്ന് പറയുന്നത്. കാന്തപുരം ഉസ്താദ് ഗുജറാത്തിൽ നടത്തിയ പ്രഖ്യാപനം, हिंदुस्तान हमारा वतन है। हिंदू, क्रिश्चियन, बुद्ध, जैन और जो बाकी है
सबका वतन है इंडिया। ये वतन इनका पाबंदी रखना, हिफाजत रखना, ये हमारी जिम्मा है। वो जिम्मेदारी ഇത് രാമന്തലിന്റെ മലയാളമല്ല, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ദേശീയ ഭാഷയാണ്. आपस में लड़ने के बगैर आपस में जुल मिल के ये इंडिया क्या तरक्की के लिए काम और मुसलमान के अकीदा हिफाजत करने के लिए काम करना, वो हिफाजत करने के लिए हम हुजूर सल्लल्लाहु अलैहि वसल्लम का पैरवी होना चाहिए. അതെ സുഹൃത്തുക്കളെ, കാന്തപുരം ഉസ്താദിന് ഗുജറാത്ത് നന്നായി അറിയാം. ഗുജറാത്തിലെ കലാപത്തെ കുറിച്ചറിയാം. പരിഹാരം വേണമെന്നും അറിയാം. അത് രാജ്യത്തിന്റെ തെരുവിൽ അതിനെ വൈകാരികമായി ആളിക്കത്തിച്ചെടുത്ത കലാപത്തിലേക്ക് റൂട്ടുണ്ടാക്കലല്ല മുസ്ലിങ്ങൾക്ക് ആവശ്യം. വിദ്യാഭ്യാസത്തിന്റെയും പുനരധിവാസത്തിന്റെയും പദ്ധതി കൊണ്ട് ആ ഉമ്മത്തിന് ചിറക് വെച്ച് പിടിപ്പിക്കലാണെന്നറിയാം. അതിനോട് പ്രായോഗികമായി പ്രതികരിക്കുകയാണ് കാന്തപുരം ഉസ്താദ് ചെയ്തത്. തൊഗാഡിയ വന്നു കേരളത്തിൽ, പറഞ്ഞു മുസ്ലിങ്ങളോട് പുറത്തു പോകാൻ. കേരളത്തിൽ ഒരു മനുഷ്യന്റെ നാഗാനിയോ ഒരാളെ പറഞ്ഞു. അതിന് മറുപടി ഒരേ ഒരു നേതാവ് കമറുലുലമാ കാന്തപുരം ഉസ്താദേ, നിങ്ങൾക്ക് പോകാം, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇതൊക്കെ ഒഴിവാക്കാം. രാമന്തനെ കണ്ടുപോരാനാവൂല. നിങ്ങളൊരാളത്തെ ഞങ്ങൾക്ക് ഇപ്പൊ ലാസ്റ്റ് ഞങ്ങളെ മുന്നിക്ക് വെച്ചുതരാൻ പറ്റിയൊരു സാധനം കിട്ടിയപ്പോ അതല്ലേ, അത് കണ്ടുപോരാൻ പറ്റാം. നിങ്ങളൊരാണിനത്തെ, ഒരാലുമില്ലെങ്കിൽ വേണ്ട ഒരാണിനെ തന്നാ മതി, ബാക്കി ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം കൂടിയിട്ട്. സുഹൃത്തുക്കളെ, അത് നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ ചീത്ത പറയണ്ട, ഞങ്ങൾ ഒഴിവാക്കിക്കോളാം. നിങ്ങൾ പകരം ഒരാളെ കാട്ടിത്ത ഈ അങ്ങാടി നിങ്ങൾക്ക് പകരം ഈ ആളുണ്ട് കേട്ടോ, ഒപ്പം കൂടിക്കോളിട്ടോ എന്ന് പറഞ്ഞാൽ എന്നാ തന്നെ ഞങ്ങൾ റെഡിയല്ല, നിങ്ങളൊപ്പം പോരാ. സുഹൃത്തുക്കളെ, തൊഗാഡിയോട് നടത്തിയ പ്രതികരണം വലിയ മനക്കരുത്ത്. നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല, അവരെ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള്, നമ്മളെ കേരളത്തെ പറ്റി ഒന്നും പരിചയമില്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഉദ്ദേശിച്ച ഇവിടുത്തെ മുസ്ലിമീങ്ങള് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടുന്നെങ്കിലും ഒട്ടും വന്നിട്ട് മുസ്ലിംകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് നമ്മൾ പറയും. അതെ, ആര് പറയും? കാന്തപുരം ഉസ്താദ് പറയും. ഞങ്ങൾ മാറ്റിച്ചോളാം. ചെറുശ്ശേരി ഉസ്താദ്